ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സ്വിമ്മിംഗ് ടിപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൊണ്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ സ്വിമ്മിംഗ് ടിപ്സിൻ്റെ വീഡിയോസും ഒരുപാട് പേര്, ഒരു ലക്ഷക്കണക്കിന് ആളുകൾ അംഗീകരിച്ച വീഡിയോ ആണ്. ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പം വീണ്ടും ഒരുപാട് സ്വിമ്മിംഗ് ടിപ്സുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞു ലൈക്കും കൊണ്ട് തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയ ടിപ്സുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ഉള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് മീൻസ് ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ഐഡിയ നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ എന്തിനാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ലെങ്ത് വന്നിട്ട് അധികം എടുത്തിട്ടില്ല, അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം. വീതി വന്നിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം, എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കാം. ഇതൊരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കി വയ്ക്കാം. വീണ്ടും അഗൈൻ ഒന്നും കൂടി നമ്മൾ മടക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് സെൻറ്ററിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഇതിനെങ്ങനെ ഒന്ന് നിവർത്താം. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് നിവർത്താം. എന്ന ശേഷം എന്താ ഇതുപോലെ ഒന്ന് അമർത്താം. ഓക്കെ, ഒരു മീഡിയം വീതി രണ്ട് സൈഡിലേക്ക് ഈക്വലായി വരുന്ന രീതിയിൽ എടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് അതേ വീതിക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അതേ വീതി തന്നെ കിട്ടുന്ന രീതിയിലാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് അതേ വീതി തന്നെ കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ. ഓരോ പോയിന്റിലും ഈ ഒരു പോയിന്റുകളിലും നമ്മൾ സൂചി നിർത്തിയിട്ട് കുത്തി നിർത്തി തിരിച്ചിട്ട് തിരിക്കുക. എന്നിട്ട് അങ്ങനെ ടേൺ ചെയ്ത ശേഷം ഇങ്ങനെ തയ്ക്കുക ഫുള്ള് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ഫുള്ള് ഇവിടെ നിന്ന് ഇവിടെ. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡൽ ഡ്രസ്സുകൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു സംഭവം. പിന്നെ നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ പ്ലാക്കറ്റ് പോലെയായിട്ട് റെഡിമെയ്ഡ് പ്ലാക്കറ്റ് പോലെയായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നൈറ്റിക്ക് ആണെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഷർട്ടിൻ്റെ സ്ലീവുമ വയ്ക്കാനായിട്ട് കുടുക്ക് ഇടുന്ന രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് കുടുക്ക് ഇടുന്ന രീതിയിൽ ഇവിടെ ഒരു ഹോള് വെക്കണം, ഹോള് ചെയ്യിപ്പിക്കണം. അതിനുശേഷം നമുക്കത് ഒരു കുടുക്കിടുന്ന രീതിയിൽ സ്ലീവും വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ് കാണിക്കാം. ഇതേപോലത്തെ നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നെക്കിനൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ എടുക്കാനായിട്ട് നമുക്ക് തയ്യൽ മെഷീനിൽ തന്നെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് മുകൾ ഭാഗത്താണ് ഇത് ചെയ്യണമെങ്കിൽ തയ്യൽ മെഷീൻ്റെ മുകളിൽ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനെ കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സൂചിയിൽ എന്ത് വേണം, നമ്മൾ സാധാരണ നൂല് ഇടണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിലെ കൂടെ കടത്തി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു തുണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞത് ഇതുപോലൊരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം വന്നിട്ട്
22 ഇഞ്ചാണ് ഇതിൻ്റെ, 22 ഇഞ്ചാണ് കേട്ടോ നീളം. ഇനി അതിൻ്റെ വീതി വന്നിട്ട് 6 ഇഞ്ചാണ് കേട്ടോ വീതി. അങ്ങനെ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ഗ്ലേസിങ് ഉള്ള പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു ഇലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ നല്ല വശം ഇതാണ്, ഇതിൻ്റെ പൊട്ടവശം ഇതാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല വശം ഇങ്ങനെ രണ്ടും കൂടിയിട്ട് ചേർത്ത് ഇങ്ങനെ നടു ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരണം. ഇനി നമ്മൾ ഇതേപോലെ നല്ല വശം വരുന്ന രീതിയിൽ ഒന്നിച്ച് വെച്ചു. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മളിത് ഇപ്പുറത്തോട്ടും വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം. ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ പിൻഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ചിടും. ഇതുപോലെ നമ്മൾ മറിച്ചിട്ടു ഇപ്പുറത്തെ ഭാഗം. ഇനി ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ പിടിക്കുക, ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചെറുതാക്കി പിടിക്കുക. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ പിടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഈ നല്ല വശം ചേർന്നിട്ട് താഴെ ഭാഗത്തിൻ്റെ നല്ല വശം ചേർന്നിട്ട് ഇങ്ങനെ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കുക. ഈ ഭാഗങ്ങൾ കുറച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ സൈഡിലേക്ക് ഇത് ഇങ്ങോട്ടേക്ക് കൊള്ളാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തു. ചെറിയൊരു ഗ്യാപ്പാണുള്ളത്. ഈ ഒരു ഉൾസൈഡിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനുള്ള കുഞ്ഞൊരു ഗ്യാപ്പാണ് കേട്ടോ ഉള്ളത്. ഈ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളത് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇടുക. അതിനെ കണ്ടോ, ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ല വശം പുറത്തേക്ക് വന്നു. ഇനി അതിനകത്ത് കുറച്ച് ഹോൾ ഇട്ടിട്ടുള്ളൂ കണ്ടോ, കുഞ്ഞൊരു ഹോൾ ഇട്ടിട്ടുള്ളൂ. അത് നമുക്ക് അലാസ്റ്റിക് ഇടാനുള്ളൊരു ഹോളാണ്. ഈ ഇതിൽ കൂടെ നമുക്ക് അലാസ്റ്റിക്കിനെ ഉള്ളിലോട്ട് കടത്തി വയ്ക്കാം. അലാസ്റ്റിക് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. സൂചിയിലാക്കിയിട്ട് ഇതിലേക്കൂടെ കൊടുക്കാം. നമ്മളിവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് സൂചി മാറ്റിയിട്ട് നമ്മളിവിടെ തെറ്റുഭാഗം കെട്ടിട്ട് വയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് രണ്ട് ഭാഗം കൂടി കൂട്ടി പിടിക്കുക ഇങ്ങനെ. എന്ന ശേഷം നമ്മൾ ഇങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പ്രാവശ്യമോ മാക്സിമം 2 പ്രാവശ്യമോ കെട്ടിയാൽ മതി കേട്ടോ. ഇത് ഇത്രയും മതി. ഒരു പ്രാവശ്യം നമുക്ക് കെട്ടിയാൽ മതി ശരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിയ ശേഷം അത് നമുക്ക് ഉള്ളിലേക്ക് ആക്കാം. ഉള്ളിലേക്ക് ആക്കി ഈ ഒരു കുഞ്ഞൊരു ഹോൾ ഇട്ടുണ്ടായിരുന്നല്ലോ, അത് ഉള്ളിലേക്ക് ആക്കി. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു തെറ്റ് സൈഡ് ഉണ്ടല്ലോ അത് ഈ സൈഡിൽ ഇങ്ങനെ വെറുതെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത്രേ ഉള്ളൂ. ഇവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.